റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചാൽ മതി. പഠിക്കുന്നവർക്ക് പോലും മുസ്ലിം അല്ലാത്ത അനീബസന്റ് എന്താ പറഞ്ഞത്? അനീബസന്റ് ലണ്ടനിൽ നിന്ന് ഇന്ത്യ രാജ്യത്ത് വന്ന കൊളോണിയൽ വാഴ്ചയുടെ ബ്രിട്ടീഷുകാരനെതിരെ ഇന്ത്യയിലെ ജനങ്ങളുടെ രക്തം ചൂടുപിടിപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ അഭിവാഞ്ചയുള്ളവരാക്കി മാറ്റിയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇന്ത്യക്കാരെ തയ്യാറാക്കിയ ലണ്ടൻകാരിയായ അനീബസന്റ്. ആ അനീബസന്റ് റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞിട്ട് ആ മഹാനായ ഗുരുവിനെ പറ്റി, ദൈവത്തിൽ നിന്ന് സന്ദേശം ഏറ്റുവാങ്ങുന്ന ആ മഹാനായ ഗുരുവിനെ പറ്റി ഞാൻ അത്ഭുതത്തോടെ മാത്രമാണ് ഓർക്കുന്നത്. അനീബസന്റ് ആവർത്തിച്ച് റസൂലുള്ളാഹിയുടെ പല മദ്ഹുകളും പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഐ മൈസെൽഫ് ഫീൽ, ഞാൻ അനുഭവപ്പെടുന്നു, ഞാൻ അനുഭവിക്കുന്നു. എന്താ അനുഭവിക്കുന്നത്? ഞാൻ എപ്പോഴൊക്കെ അദ്ദേഹത്തെ പറ്റി ആവർത്തിച്ച് പഠിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്റെ മുന്നിലെ ന്യൂ വേ ഓഫ് അഡ്മിറേഷൻ, എ ന്യൂ സെൻസ് ഓഫ് റെഫറൻസ് ഫോർ ദാറ്റ് മൈറ്റി അറേബ്യൻ ടീച്ചർ. ആ മഹാനായ പ്രവാചകൻ, ആ അറേബ്യൻ ഗുരുവിനെ പറ്റി എപ്പോഴൊക്കെ പഠിക്കുന്നു അപ്പോഴൊക്കെ എനിക്ക് ന്യൂ വേ ഓഫ് അഡ്മിറേഷൻ, എ ന്യൂ സെൻസ് ഓഫ് റെഫറൻസ്, ആദരവിന്റെ ഒരു പുത്തൻ വഴി തുറക്കപ്പെടുകയാണ്, ബഹുമാനത്തിന്റെ ഒരു പുത്തൻ വഴി തുറക്കപ്പെടുകയാണ്. ഞാൻ എപ്പോഴും റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചോ അപ്പോഴൊക്കെ ആദരവ് കൂടും, ഇഷ്ടം കൂടും നബിയോട്. ഇതാരാ പറയുന്നത്? അനീബസന്റാ പറയുന്നത്. അപ്പൊ പിന്നെ മഹാനായ സയ്യിദുനാ അനസ് ഇങ്ങനെ ചോദിക്കുന്നതിൽ അത്ഭുതമുണ്ടോ? കൂടെ നിൽക്കാൻ ഭാഗ്യം കിട്ടിയ അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായില്ലേ റസൂലുള്ളാഹി ആരാണെന്ന്? ആ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയാൽ ആ മുഖമാണ് ലോകത്തെ ഏറ്റവും ഉത്തമമായ മുഖമെന്ന്, ആ മുഖമാണ് ലോകത്തെ ഏറ്റവും ഉത്തമമായ ഫലമെന്ന്, ആ മുഖമാണ് ലോകത്തെ ഏറ്റവും ഉത്തമമായ സമ്പത്തെന്ന്, ആ മുഖമാണ് ലോകത്തെ സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനെന്ന്